പാകിസ്ഥാനുമായി ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകാം എന്നുള്ള അതിഭീകരമായിട്ടുള്ള ടെൻഷൻ ലോക രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്ത നിലപാടുകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിലപാട് പാകിസ്ഥാനി പൗരന്മാരെ ഇന്ത്യയിൽ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. അങ്ങനെ പാകിസ്ഥാനി പൗരന്മാർ നിങ്ങളുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ അവരെല്ലാം അരിച്ചു പറക്കിയെടുത്ത് പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കണം. അവർ തിരിച്ചു പോകാൻ തയ്യാറായില്ലെങ്കിൽ 3 ലക്ഷം രൂപ പിഴയും 5 വർഷം തടവുമാണ് പുതിയ ഒരു നിയമപ്രകാരം ഇവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ത്വരിതഗതിയിൽ പാകിസ്ഥാനി പൗരന്മാരെ കണ്ടെത്തി മുഴുവൻ ആൾക്കാരെയും നുള്ളിപ്പറക്കിയെടുത്ത് തിരിച്ചയച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ കൺട്രി ടു അച്ചീവ് 100% റിപ്പാട്രിയേഷൻ ഓഫ് പാകിസ്ഥാനീസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ പാകിസ്ഥാനികൾക്ക് നേരെ നടക്കുന്ന ഒരു വമ്പൻ ഓപ്പറേഷന് പിന്നാലെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കെതിരെയും ഇന്ത്യ വലിയൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. ഇത് പഹൽഗാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശികളെയും വെറുതെ വിടാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുക്കുന്ന നടപടികൾ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയും ഞെട്ടിവറച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ബംഗ്ലാദേശ് വിശ്വസിച്ചിരുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ISI ഭീകരർ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ചാര സംഘടനയായിട്ടുള്ള ISI ബംഗ്ലാദേശിലേക്ക് വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ISI പോലും ഇപ്പോൾ നെട്ടോട്ടോടുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശികളെയും ഇപ്പോൾ തിരിച്ചയക്കാനായി ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുന്നു. ഒരു മാസീവ് ഡ്രൈവ് ഇന്ത്യയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസീവ് ഡ്രൈവ് എന്ന് പറയുന്നത് അഹമ്മദാബാദിലാണ് നടന്നത്. ലാർജസ്റ്റ് എവർ ഡെമോളിഷൻ ഡ്രൈവ് ഇൻ അഹമ്മദാബാദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൊളിച്ചെടുക്കൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പൊളിച്ചെടുക്കലിൽ പങ്കെടുത്തത് അതായത് ദിസ് ഏരിയ ഈസ് ഇൻഫേമസ് ഫോർ ബംഗ്ലാദേശി മുസ്ലിംസ് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ ഒരു വമ്പൻ കോളനി ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജഗന്നാഥൻ പറയുന്നത് പോലെ, 6-ാം തമ്പുരാനിലെ ജഗന്നാഥൻ പറയുന്നത് പോലെ ഈ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതിന് വേണ്ടി വന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 74 JCB, 200 ട്രക്കുകൾ, 3000 പോലീസുകാർ, 1800 മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ്, ഇത്രയും പേര് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹിസ്റ്റോറിക് ഡെമോളിഷൻ ഡ്രൈവിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ പോലീസ് ഈ ലാലാ ബിഹാരിയിലെ ഇല്ലീഗലായിട്ടുള്ള അഹമ്മദാബാദിലെ എംപയർ തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 ലക്ഷറി കാർ, 200 റിക്ഷോസ്, കുതിരകൾ, അങ്ങനെയുള്ള ഇല്ലീഗൽ ബംഗ്ലാദേശികൾ അവിടെ താമസിച്ച് കോളനിയായി താമസിച്ച് പടർന്ന് പന്തലിച്ച് വന്നിരുന്ന അവരുടെ ഭാഗത്തു നിന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. JCBകൾ നിരന്നു നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ഡെമോളിഷൻ ഡ്രൈവ് തന്നെ ഇന്ത്യയിൽ നടന്നിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.